പരിപാടിക്കിടെ കുഴഞ്ഞു വീണ് ചികിത്സയിൽ കഴിയുന്ന നടനും അവതാരകനുമായ രാജേഷ് കേശവന്റെ നിലവിലെ ആരോഗ്യ വിവരം പങ്കുവച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത്. വെല്ലൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന രാജേഷിനെ സന്ദർശിച്ച ശേഷമാണ് സുഹൃത്ത് പ്രതാപ് ജയലക്ഷ്മി ഫേസ്ബുക്ക് കുറിപ്പിൽ ആരോഗ്യ വിവരം പങ്കുവച്ചത്. കൈകാലുകൾ അനക്കാനും തൊണ്ടയിലൂടെ ആഹാരം ഇറക്കാനും ഉൾപ്പെടെ രാജേഷ് വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് രാജേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ നടന്ന പരിപാടിക്കിടെയാണ് രാജേഷ് കുഴഞ്ഞു വീണത്. ഉടൻ മരടിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുഴഞ്ഞു വീണ ഉടൻ ഹൃദയാഘാതമുണ്ടായി. ആശുപത്രിയിൽ എത്തിച്ച് ആൻജിയോപ്ലാസ്റ്റിക്ക് വിധേയനാക്കി. തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റുകയായിരുന്നു. വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയ ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി വെല്ലൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. രാജേഷിനെ വെല്ലൂരിൽ കാണുമ്പോൾ ലോകം മുഴുവൻ ഓടി നടന്ന സ്റ്റേജുകളിൽ തന്റെ വാഗ്ധോരണി കൊണ്ടും പഞ്ച് ഡയലോഗുകൾ കൊണ്ടും താരങ്ങളെയും കാണികളെയും ആവേശഭരിതനാക്കിയവൻ, സിനിമ ഒരു സ്വപ്നമായി കൊണ്ട് നടന്നവൻ, ഇറങ്ങുന്ന എല്ലാ സിനിമകളും ആദ്യ ദിവസം തന്നെ കാണണമെന്ന് വാശിയുള്ളവൻ, പരിചയമുള്ളവരെയും ഇല്ലാത്തവരുടെയും പ്രൊജക്റ്റുകൾ അനൗൺസ് ചെയ്യുമ്പോൾ ഒരേ ആവേശത്തോടെ അത് ഷെയർ ചെയ്തിരുന്നവൻ. അന്നും എപ്പോഴും സിനിമയായിരുന്നു അവന്റെ എല്ലാം. സ്റ്റേജ് ഷോകൾ അവനൊരു ലഹരിയായിരുന്നു, സുഹൃത്തുക്കൾ അവന്റെ വീക്ക്നെസ്സും. അവനിപ്പോൾ ചുറ്റും നടക്കുന്നത് എന്താണെന്ന് പഠിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അയാളെ വീണ്ടും ജീവിതം പഠിപ്പിക്കുകയാണ്. കൈകാലുകൾ അനക്കാനും തൊണ്ടയിലൂടെ ആഹാരം ഇറക്കാനും ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യാനും ഒരു ബാല്യത്തിനെന്ന പോലെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞ് ഓരോന്നായി പഠിപ്പിക്കുന്ന, നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്ന ഈ രീതി നമുക്കത്ര പരിചയമുള്ള കാര്യമല്ല. കഴിഞ്ഞ 2 മാസത്തിലധികമായി ഇവിടെ നടക്കുന്നത് അതാണ്. തിരിച്ചുവരവിന്റെ പാതയിലെ വൈതരണികൾ ഓരോന്നായി നേരിട്ട് പതുക്കെ നമ്മുടെ രാജേഷ് മുന്നോട്ടുള്ള യാത്രയിലാണ്. എത്ര നാൾ അല്ലെങ്കിൽ എന്നെന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. പക്ഷെ ഒന്നുണ്ട്, അവന് തിരിച്ചു വരാതിരിക്കാനാവില്ല. അത്രയേറെ സ്വപ്നങ്ങളുടെ മല കയറുമ്പോഴാണ് അവൻ കിടപ്പിലായത്. ആ പാതയിൽ ഞാനടക്കമുള്ള ഒരുപാട് പേരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ബന്ധിക്കപ്പെട്ടിരുന്നു. രാജേഷിനെ എങ്ങനെയുണ്ടെന്ന് എപ്പോഴും ചോദിക്കുന്നവരോടാണ്. അവൻ തിരിച്ചു വരാനുള്ള കഠിന പ്രയത്നത്തിലാണ്. അത് ശ്രമകരമാണ്, ഏറെ സമയം വേണ്ട ഒന്നാണ്. ആ ശ്രമത്തിന് താങ്ങായി തണലായി കൂടെ നിൽക്കുന്നവരോട് എന്നും കടപ്പെട്ടിരിക്കുന്നു. രാജേഷിന്റെ ചികിത്സാ ചെലവുകൾ ഭാരിച്ചതാണ്. അതറിഞ്ഞു അവന്റെ ഡിഗ്രി ക്ലാസ്സിലെ കൂട്ടുകാരുടെ കൂട്ടായ്മ ഒരു തുക ശേഖരിച്ച് രാജേഷിന്റെ പത്നിയുടെ പേരിൽ അയച്ചു കൊടുത്തതടക്കമുള്ള നല്ല മനസ്സുകൾ ഇവിടെയുണ്ടെന്ന് ഏറെ സമാധാനം നൽകുന്നവയാണ്. അതിന് മുൻകൈ എടുത്ത അഡ്വക്കേറ്റ് കവിത സുകുമാരൻ, ശ്രീദീപ് AL, ഷമീം സജിത, സുബൈർ അടക്കമുള്ള എല്ലാ നല്ല മനസ്സുകളോടും എന്നും സ്നേഹം. ഇനിയും ചികിത്സ തുടരും. അവൻ തിരിച്ചു വരും, വീണ്ടും പഴയ പോലെ ആവേശം തുളുമ്പുന്ന പെർഫോമൻസുമായി. പ്രാർത്ഥനയും സ്നേഹവും നമുക്ക് തുടരാം എന്നായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ്.